ഈ സാഹചര്യ തെളിവുകൾ ശക്തമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ പരാതി വൈകിയതൊരു വീഴ്ചയായി കാണാൻ കഴിയില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നേരത്തെ തന്നെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോകുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത്. ഉറപ്പായും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നു. സിദ്ദിഖ് ഒളിവിലാണുള്ളത്, എവിടെ എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങളും സമാന്തരമായി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം സിദ്ദിഖിന്റെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എസ് ശ്യാംകുമാർ അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെ ഒളിവിലുള്ള സിദ്ദീഖിനെ കണ്ടെത്താൻ? കോടതി ഉത്തരവ്, ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടമശ്ശേരിയിലെയും സിദ്ദിഖിന്റെ കാക്കനാടുള്ള 2 വീടുകളിലും സിദ്ദിഖ് ഇല്ല എന്നും സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സിദ്ദിഖിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കാൻ പോലീസ് ആരംഭിച്ചത്. സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് സിദ്ദിഖിന്റെ ഫോൺ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. അവസാനമായി സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ പാലാരിവട്ടത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് പോലീസ് വിവരം ശേഖരിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. നിലവിൽ പോലീസ് ശാസ്ത്രീയമായി തന്നെ ഈ വിവരങ്ങൾ കൂടുതലായി ശേഖരിക്കുന്നുണ്ട്. സിദ്ദിഖ് എങ്ങോട്ടാണ് നീങ്ങിയതെന്നുള്ള ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒളിവിലായ പ്രതി, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ച പ്രതി, അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പല ടീമുകളായി തിരിഞ്ഞാണ് പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൽ ഏറ്റവും നിർണായകമാണ് സിദ്ദിഖിന്റെ ഫോൺ അവസാനമായി ഓണായിരുന്നത് പാലാരിവട്ടത്ത് എന്നുള്ള വിവരം പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. അതിനുശേഷം സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു എന്നുള്ള വിവരം കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവനടിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന കേസിൽ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒളിവിലുള്ള സിദ്ദിഖിനായി വലവിരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തുവരുന്നു. ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം സജീവമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോൾ ആലുവയിലെ വീടിന് മുമ്പിൽ നിന്ന്, സിദ്ദിഖിന്റെ ആലുവയിലെ വീടിന് മുമ്പിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ അംബുജൻ, നേരത്തെ പടമുകളിലെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ അശ്വിൻ പാലാഴി പങ്കുവച്ചിരുന്നു. പടമുകളിലെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് വരെ സിദ്ദിഖ് ഉണ്ടായിരുന്നു. അതുവരെ ഈ കോടതിയുടെ തീരുമാനം വരുന്നതുവരെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിലായിരുന്നു. അത് സ്വിച്ച് ഓഫ് ആവുന്ന നിലയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. എന്താണ് ആലുവയിലെ വീട്ടിന് മുമ്പിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ നിതിൻ അംബുജൻ? വിജിത്ത്, എന്തായാലും സിദ്ദിഖിന്റെ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. 2 നമ്പറുണ്ട്. 2 നമ്പറിലും അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആലുവയിലെ വീട്ടിന് മുന്നിൽ ഇപ്പോൾ കുട്ടമശ്ശേരിയിലെ വീട്ടിന് മുന്നിലാണുള്ളത്. പോലീസ് എന്തായാലും നിരീക്ഷണം നടത്തുകയാണ്. സിദ്ദിഖിന്റെ നീക്കങ്ങൾ ഏത് നിമിഷവും അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടന്നേക്കാം. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ചില സൂചനകൾ വന്നിരിക്കുന്നത്. കാരണം ശക്തമായ തെളിവുകൾ സിദ്ദിഖിനെതിരെയുണ്ട്. അത് നേരത്തെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സിദ്ദിഖിന് തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ സിദ്ദിഖ് താമസിക്കുന്ന വീടുകൾ, ഒന്ന് പടമുകളിലെ വീടും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇടയ്ക്ക് വന്നു പോകാറുള്ള കുട്ടമശ്ശേരിയിലെ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീടുമാണ് ഇപ്പോൾ പോലീസ് നിരീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രത്യേക സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം ഈ പരിസരങ്ങളടക്കം നിരീക്ഷണം നടത്തിയിരുന്നു. മാത്രമല്ല, ചില നാട്ടുകാർ നൽകിയ വിവരമാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സിദ്ദിഖിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. സിദ്ദിഖ് ഇടയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ കുട്ടമശ്ശേരിയിലെ ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടമശ്ശേരിയിലുള്ള ഈ വീട്ടിലുള്ള സിദ്ദിഖിന്റെ സാന്നിധ്യം എന്തായാലും തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തതയില്ല സിദ്ദിഖ് ഇപ്പോൾ എവിടെ എന്ന കാര്യത്തിൽ. അതിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും പടമുകളിലെ വീട്ടിലും അതോടൊപ്പം തന്നെ കുട്ടമശ്ശേരിയിലെ ഈ വീട് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം എന്തായാലും പോലീസിന്റെ ഭാഗത്തും നിരന്തരമായി തുടരും. കാരണം ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഫോണുകൾ സ്വിച്ച് ഓഫ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് എന്തായാലും സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം എല്ലാം തന്നെ ശക്തമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കുട്ടമശ്ശേരിയിലെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ പടമുകളിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പടമുകളിലെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന വിവരവും പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ വിദേശത്ത് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം നേരത്തെ തന്നെ സിദ്ദിഖിനെതിരെ തെളിവുകൾ ശക്തമായ പശ്ചാത്തലത്തിൽ അറസ്റ്റടക്കമുള്ള നടപടിയിൽ കടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു തിരിച്ചടി എന്തായാലും ഉണ്ടാവുമെന്നുള്ള ചില സൂചനകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് വിദേശത്ത് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. ആ ഒരു നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ വീട് എന്തായാലും ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ഈ കുട്ടമശ്ശേരിയിലെ ഈ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. എന്തായാലും സിദ്ദിഖ് ഇടയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനവും ഇവിടെയുണ്ട്. എന്തായാലും സിദ്ദിഖ് എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ശരി, ആലുവയിലെ വീട്ടിലും പടമുകളിലെ വീട്ടിലും സിദ്ദിഖില്ല. പടമുകളിലെ വീടിന് മുമ്പിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ. ഇപ്പോൾ പടമുകളിലെ വീടിന് മുമ്പിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ടോ? അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അശ്വിൻ? അത് സെതുലക്ഷ്മി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സിദ്ദിഖ്
4 ചിത്രങ്ങളിൽ നിന്നും ഒഴിവായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റിജിത്ത്, എന്തായാലും കടുത്ത നടപടികളിലേക്ക് തന്നെ പോലീസ് കടക്കുകയാണ്. സിദ്ദിഖിനെ തേടി പോലീസ് ഇതിനോടകം ജില്ലയുടെ പല കേന്ദ്രങ്ങളിലുമുണ്ട്. ജില്ലയിൽ മാത്രമല്ല പുറത്തേക്ക് പോലും പോലീസിന്റെ അന്വേഷണം സിദ്ദിഖിന് വേണ്ടി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആലുവ കുട്ടമശ്ശേരിയിലെ കുടുംബ വീട്ടിൽ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു. അവിടെ പോലീസ് നിരീക്ഷണമുണ്ട്. സമാനമായ രീതിയിൽ പടമുകളിൽ നമ്മൾ നിൽക്കുന്ന ഈ വീടിന് മുന്നിലും പോലീസ് റോന്തു ചുറ്റുന്നുണ്ട്. പോലീസിന്റെ നിരീക്ഷണം സദാസമയം ഇവിടെ ഉണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അത് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് വരെ നയിക്കപ്പെടുന്ന സാഹചര്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ അടക്കം ട്രാക്ക് ചെയ്തിരുന്നു. അത് അവസാനമായി സ്വിച്ച് ഓഫ് ആയത് പാലാരിവട്ടത്താണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കേന്ദ്രീകരിച്ച് സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഏറ്റവും പ്രധാനമായുള്ള ഒരു വീട് എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. കാരണം ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ വീടിനുള്ളിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്താൽ അവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ തേടിയാൽ അദ്ദേഹം എവിടേക്കാണ് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണവുമായി പോലീസ് സംഘം ഈ വീട്ടിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഈ വീട്ടിലെ ജോലിക്കാരനടക്കം അല്പസമയം മുമ്പ് പുറത്തേക്ക് എത്തിയിരുന്നു. ആ ജോലിക്കാരനെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും അറസ്റ്റിന് നിർദ്ദേശം നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ SITയുടെ പോലീസിന്റെ എല്ലാ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. എപ്പോൾ വേണമെങ്കിലും ഈ പടമുകളിലെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തും. റിജിത്ത്. ശരി, അശ്വിൻ പാലാഴി സിദ്ദിഖിന്റെ പടമുകളിലെ വീടിന് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെയും പോലീസിന്റെ നിരീക്ഷണമുണ്ട്. വലിയ രീതിയിൽ വലവിരിക്കുന്നു സിദ്ദിഖിന് വേണ്ടി. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് തടയാൻ മുൻകരുതൽ നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കുന്ന നടപടിയിലേക്കടക്കം അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി, കോടതി നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങളൊക്കെ ശ്രീകാന്ത് നമ്മളോട് വിശദീകരിക്കും. ശ്രീകാന്ത്, ഈ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം കൂടിയാണ് കോടതി അംഗീകരിക്കുന്നത്. ഇതിനോടകം അന്വേഷണ സംഘം ശേഖരിച്ച നിർണായകമായ ചില തെളിവുകൾ ഉണ്ട്. ആ സാഹചര്യ തെളിവുകൾ ശക്തമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നു. ശ്രീകാന്ത്. അങ്ങനെ മെറിറ്റിലേക്ക് കയറി കോടതി ഇതിൽ എന്തെങ്കിലും നിരീക്ഷണം നടത്തിയതായി ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പ്രാഥമികമായൊക്കെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നടത്തുന്ന നിരീക്ഷണങ്ങളെ പരിണിതപ്രജ്ഞനായ സീനിയർ ജഡ്ജ് CS ഡയസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യം, പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റം, ഈ കേസ് നിലനിൽക്കും, ഈ ഹർജി ഇദ്ദേഹത്തിനെതിരായ കേസ് നിലനിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് CS ഡയസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ കേസ്, ഈ പരാതി ഉയർന്നു വരുന്നത് എന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഈ പരാതി നൽകാൻ വൈകുന്നു എന്നുള്ളത് വീഴ്ചയായി കാണേണ്ടതില്ല, അതിനുവേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുൻപേ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ജസ്റ്റിസ് CS ഡയസ്. അതിനാൽ തന്നെ നടൻ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് പറയാം. 376 വകുപ്പാണ് നടൻ സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 10 വർഷത്തിൽ കുറയാത്തതോ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതോ ആയ കുറ്റമാണ്, വകുപ്പാണ് ഇത്. എന്തായാലും സിദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാത്ത പശ്ചാത്തലത്തിൽ ഇനി സുപ്രീം കോടതിയാണ് ഏക ആശ്രയം. അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഇതിന്റെ പകർപ്പ് കിട്ടിയതിന് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അഭിഭാഷകനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ്, പകർപ്പ് കിട്ടിയാലുടൻ സുപ്രീം കോടതിയെ സമീപിക്കുന്ന തീരുമാനത്തിലേക്ക് പോകും. അതിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റ് ചെയ്യുന്നതിന് എന്തായാലും അന്വേഷണ സംഘത്തിന് തടസ്സമില്ല. 376 പോലെയുള്ള ഗ്രേവ് ഒഫൻസുകൾ ചുമത്തുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് ഈ മുൻകൂർ കോടതി പരിഗണിക്കുന്നു എന്ന് കരുതി കാത്തിരിക്കേണ്ടതില്ല. അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം എന്നുള്ള വാർത്ത തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം നടൻ സിദ്ദിഖിന് വേണ്ടി വലവിരിച്ചു എന്ന് തന്നെ കരുതാം. അദ്ദേഹത്തിന്റെ 2 വീടുകളിലും ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ടീം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണവുമുണ്ട്. നേരത്തെ ഇതിലൊരു കാര്യമുണ്ട്, ഇങ്ങനെ തിടുക്കപ്പെട്ട പോലീസ് നീങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട്. നേരത്തെ നടൻ മുകേഷ് അടക്കമുള്ളവർക്ക് ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. സർക്കാർ ഒത്തുകളിക്കുന്നു എന്നൊരു ആക്ഷേപവും ഉണ്ടായി. WCC മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിച്ചതുമാണ്. ഈ പശ്ചാത്തലത്തിൽ ജാമ്യം തള്ളിയതിന് പിന്നാലെ അറസ്റ്റിലേക്ക് പോവുക
എന്നുള്ള നിർദ്ദേശം പോലീസിനും കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ അത് നടപ്പാകും. നടൻ സിദ്ദിഖ് ഇപ്പോൾ എവിടെയെന്നറിയില്ല. മൊബൈലുകൾ സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ ജില്ല വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്ന് കരുതുന്നു. ഇന്ന് രാവിലെയും അദ്ദേഹത്തിന്റെ ഫോൺ പാലാരിവട്ടം ഭാഗത്തുണ്ട് എന്ന് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഈ പശ്ചാത്തലത്തിൽ പോലീസ് വ്യാപകമായ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് എടുത്ത കേസ് 2016 പീഡിപ്പിച്ചു എന്നുള്ള യുവനടിയുടെ വെളിപ്പെടുത്തൽ, ഭാരതീയ ന്യായ സംഹിതയിലെ 376 വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കുന്ന നടപടി, പിന്നെ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട വിവാദമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ആരോപണമുയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെക്കുന്നതുമൊക്കെ ഈ വിവാദത്തിന് ശേഷം നമ്മൾ കണ്ടതാണ്. അതിലിപ്പോൾ ഏറ്റവും നിർണായകമായ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം. അതിനുശേഷം അതിവേഗത്തിൽ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. അപ്പോഴും സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിനായി വല വിരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം.